ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹയർച്ചോളികളെല്ലാം തന്നെ ഓക്സിജനോളികളായി മാറിയാലും പിന്നെ ഇതിനെ എന്താണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്കങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ വത്സസാറെ പോലെ ഇവരുടെ ലീഡർമാരുടെയൊക്കെ ജയിലിൽ കയറ്റിയിട്ട് മാത്രമേ നമ്മൾ അവസാനിപ്പിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഈ കമ്പനിക്കെതിരെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടവർക്ക് FIR ഇട്ടവർക്കൊക്കെ പണം തിരിച്ചു കിട്ടുന്ന ദിവസം വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ബഡ്സ് കോർട്ടിൽ 3rd അഡീഷണൽ ഡിസ്ട്രിക്ട് സെക്ഷൻ കോർട്ടിലെ 2 കേസിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 11-ാം തീയതിയായിരുന്നു, സെപ്റ്റംബർ 11-ാം തീയതിയായിരുന്നു. നമുക്ക് തുറന്നു തരണം, തെളിവൊന്നും തരാൻ പറ്റില്ല, നമുക്ക് തുറന്നു തരണം, നമ്മൾക്ക് അല്ലേ തെളിവൊക്കെ നമ്മുടെ സുപ്രീം കോടതി കൊടുത്തോളാം, പക്ഷേങ്കിൽ നമ്മൾ തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവർ വാദിക്കുന്നൊന്നുമില്ല, പക്ഷേങ്കിൽ തെളിവും കൊടുക്കില്ല, പക്ഷേങ്കിൽ ഇവർക്ക് തുറന്നു തരണം, നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 11-ാം തീയതി ഉണ്ടായിരുന്നു. 11-ാം തീയതി ഇനിയിപ്പോൾ അത് 27-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോടതിയിൽ വേറെയും 2 കേസുണ്ട്. ഇതിൽ തീരുമാനമായിട്ടാകുമ്പോൾ അടുത്തത് എടുക്കാം. അത് പൂട്ടിക്കെട്ട് നമ്മുടെ പെർമനന്റ് ഫ്രീസിങ്ങിനെ കുറിച്ചുള്ള ഒരു കേസാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു അതിങ്ങനെ നീട്ടി ഇവർക്കറിയാലോ, എടുത്തു കഴിഞ്ഞാൽ അത് പെർമനന്റ് ഫ്രീസിങ് ആവും. അപ്പോൾ അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ ഒരു കേസും കൊടുത്തിട്ട് നട്ടപ്പാതിരക്ക് ഉത്തരവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസും കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ തള്ളി നീക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ തീരുമാനമാക്കാൻ പാടുള്ളൂ എന്നാണ് ഇവർ ഘോരം വാദിക്കുന്നത്. അവിടെയും ആ ഒരു കേസിൽ ഇവർ പറയുന്നത് തെളിവൊന്നും നമുക്ക് തരാൻ പറ്റില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ കുറ്റമൊന്നും ചെയ്യില്ല, മണി ചെയിൻ അത് വലിയ തെറ്റൊന്നുമല്ല, ഇതൊക്കെ പുതിയ രീതിയിലുള്ള മണി ചെയിനാണ്, ഇത് പഴയ രീതിയിലുള്ള മണി ചെയിൻ ഒന്നല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് നവംബർ 28-ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് 2 മാസത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അത് എന്തായാലും അടുത്ത് തന്നെ എടുക്കാനുള്ള നിർദ്ദേശം കലക്ടർ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത് തന്നെ അത് ഹിയർ ചെയ്യേണ്ടി വരും. ഒരു കാരണമില്ലാതെ ഇങ്ങനെ നീട്ടിവെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തായി കഴിഞ്ഞാലും അപ്പെക്സ് കോർട്ട് അതിൽ തീരുമാനമെടുക്കും അല്ലേ, ഹൈക്കോടതി തീരുമാനം എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പിന്നെ നടപടി എടുക്കാതെ ഇതിങ്ങനെ 2-3 മാസം നീട്ടിവെക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അങ്ങനെ നീട്ടിവെക്കുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ സംശയിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ആരായാലും ജനങ്ങൾ സംശയിക്കും, നിക്ഷേപകർ സംശയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കേസുകളാണ്. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ഷീൻ ജോസ് എന്ന നിക്ഷേപകന് കൊടുത്ത ഒരു കേസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ FIR ഇടാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കൊടുത്ത കേസിൽ ചേർപ്പ് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഈ കമ്പനിയുടെ റിപ്പോർട്ട് തന്നെ ആൾറെഡി നമ്മൾ 2021 ഒരു SI രാത്രി 9 മണിക്ക് പോയിട്ട് അവിടെയുള്ള ഹാർഡ് ഡിസ്ക് ഒക്കെ ഇളക്കി എടുത്തിട്ട് ചെയ്ത ഇവരുടെ ബൈനറി ട്രീയും ഇവരുടെ ലീഡർമാരുടെ ഒക്കെ മൊഴിയെടുത്തിട്ടുള്ള ഒരു സംഭവം അവിടെ ആൾറെഡി ഉണ്ട്. അപ്പോൾ അത് തന്നെ കൊടുക്കേണ്ടി ഒരു പുതിയ ഡേറ്റിൽ പുതിയ പരാതികൾ ഇത്രയുണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുമായിരിക്കും. അപ്പോൾ അന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നിങ്ങളോടൊക്കെ പങ്കുവെക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് 3 കേസുകളാണ് ഹൈക്കോടതിയിൽ ഉള്ളത്, നമുക്ക് സെഷൻ കോർട്ടിലുള്ളത്. ഹൈക്കോടതിയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 കേസുണ്ട്. 3 കേസ് എന്ന് പറയുന്നത് ഒന്ന് ഇല്ല, CBI അന്വേഷിക്കാതെ CBI അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ ആരും FIR ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസ്. രണ്ടാമത് ഫ്രീസ് ചെയ്തതിനെ നട്ടപ്പാതിരക്ക് ഫ്രീസ് ചെയ്യാൻ അധികാരമില്ല, 5 മണി വരെയാണ് ഓഫീസ്, 10 മണിക്ക് ഫ്രീസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസ്. അതുപോലെ തന്നെ വത്സൻ സാറ് കൊടുത്തിരിക്കുന്ന കേസ് ലീഡർമാരെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ
ആയിരക്കണക്കിന് ആൾക്കാരുടെ അവന്മാരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേസ്. അപ്പോൾ 3-3 ഇവിടെയും 3 അവിടെയും 3 ആണ് കേസുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെ കേസുള്ളത് കൊണ്ട് പിന്നെ നമുക്കൊക്കെ വീഡിയോ ചെയ്യാനുള്ള ഓരോ കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവരന്മാരെ പോലെ ന്യായീകരിച്ച് ഇവരന്മാരൊക്കെ മടുത്തു പോയേ അല്ലേ. അപ്പോൾ കേസൊന്നുമില്ല. ഇപ്പോൾ ഇത് പിന്നെ അതിൻ്റെ കോടതി നടപടികളാണ്, ഇങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു വീഡിയോ ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ കേസ്, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കേസുകൾ കൊടുക്കുക, അവിടെ നിന്ന് തിരിച്ചടി കിട്ടുക, അതെടുത്തിട്ട് ഓടുക, കേസ് തള്ളുന്നതിന് മുമ്പേ തന്നെ നമ്മളിത് പിൻവലിക്കാൻ പോവുകയാണ്, പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് പിൻവലിക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ 2 പിന്നെ വക്കീലിനെ വെക്കേണ്ടി വരും. 2 തവണയായിട്ടാണ് ലീഡർമാരുടെ അസറ്റുകൾ ടെമ്പററി ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ജൂലൈ മാസത്തിൽ രാവിലെ എല്ലാവരുടെയും ഇന്ത്യ ഒട്ടാകെ നടത്തിയ ഹൈറിച്ച് ഇന്നോവേഷനെ അനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പെർമനൻറ്റ് ഫ്രീസിങ് ആക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനോടൊപ്പം ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയ ലീഡർമാരുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫ്രീസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പരിഗണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും 150 ദിവസത്തിനിടയ്ക്കൊക്കെ അത് അവർ വിളിക്കുമായിരിക്കും. എന്തായാലും ഒരുപാട് ബക്കറ്റുകളൊക്കെ വാങ്ങി വെച്ചോ. ബക്കറ്റ് പിരിവൊക്കെ ഇനിയും ഒരുപാട് വരേണ്ടതുണ്ട്. ലീഡർമാർക്കെതിരെയുള്ള ഈ PMLA കോർട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവ് ആവശ്യമുണ്ടാവും. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത തവണ ഹിയറിങ്ങിന് ബക്കറ്റ് പിരിവിൽ നിന്ന് പൈസ ചിലവാക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പൈസേൻ്റെ ഒരുപാട് ചിലവ് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ ലീഡർമാർ ആരും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താ വിചാരം? നമ്മൾ മിണ്ടാണ്ടിരിക്കുന്ന നമ്മൾ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് അറിഞ്ഞ് കണ്ടുപിടിച്ച് നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ മിണ്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ, സൈലൻ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ആദ്യമേ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ലീഡർമാരുടെ എല്ലാം നടപടി എടുക്കുന്നത് വരെ, അതിനോടൊപ്പം തന്നെ പൈസ നഷ്ടപ്പെട്ടവർക്ക് പൈസ തിരിച്ചിട്ടിടുന്നവരെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചീത്ത വിളിച്ചിട്ടും ഒരു കാര്യമില്ല. ചീത്തയൊക്കെ വിളിച്ചിട്ട് മരി കഴിഞ്ഞതാണ്, മരി അതിലൊന്നും നമുക്ക് ഇവിടെ കയറുകയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചീത്ത വിളിച്ചോ. ഓക്കെ, ബൈ.